ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തഞ്ചാവൂർ സീരീസിലെ നമ്മുടെ ആദ്യത്തെ ക്ഷേത്രം ധാരാസുരത്തുള്ള ഐരാവതേശ്വര ക്ഷേത്രമാണ്. 1 കോടിയിൽ പരം ശില്പങ്ങളുള്ള ക്ഷേത്രമാണ് ഐരാവതേശ്വര ക്ഷേത്രം. രാജരാജ ചോളൻ രണ്ടാമനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. രാജരാജ ചോളൻ രണ്ടാമൻ എന്ന് പറയുമ്പോൾ രാജരാജ ചോളന്റെ ചെറുമകനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത്. 1987 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. 850 വർഷങ്ങൾ മുമ്പാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. 1950 നശിച്ചു കിടന്നിരുന്ന ഈ ക്ഷേത്രത്തെ പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്ത് റീകൺസ്ട്രക്ട് ചെയ്തതാണ്. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന മ്യൂസിക്കൽ സ്റ്റെപ്സ്. ഇതിന്റെ ഐതിഹ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 9 സ്റ്റെപ്പുകൾ ഉണ്ട്. അതില് ഓരോ സ്റ്റെപ്പ് 7 സ്റ്റെപ്പ് 7 സ്വരങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് സ, രി, ഗ, മ, പ, ധ, നി അങ്ങനെ 7 സ്റ്റെപ്പും ബാക്കി വരുന്ന 2 എണ്ണം നാച്ചുറൽ സ്റ്റോണിന്റെ സൗണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അതിന്റെ ബാക്കിലായിട്ട് തന്നെ ഒരു ബലിപീഠം ഉണ്ട്. അവിടെ അഭിഷേകം ചെയ്യാനും കൂടിയിട്ടാണ് ആ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് അതിന്റെ ഒരു ഐതിഹ്യം. നമുക്ക് ഐരാവതേശ്വര ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണെന്നൊന്ന് നോക്കാം. AD 1146 മുതൽ 1173 വരെ ചോള സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജരാജ ചോളൻ രണ്ടാമനാണ് ധാരാസുരത്തെ ഐരാവതേശ്വര ക്ഷേത്രം നിർമ്മിച്ചത്. ഒരിക്കൽ ദേവേന്ദ്രനെ കാണാനെത്തിയ ദുർവാസാവ് മഹർഷി ദേവേന്ദ്രന് വിശേഷപ്പെട്ട ഒരു പുഷ്പഹാരം നൽകി. ഇതേ സമയം ഐരാവതത്തിന്റെ പുറത്തിരിക്കുകയായിരുന്ന ദേവേന്ദ്രൻ പുഷ്പഹാരം ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ചു. ആ സമയം ഹാരത്തിന്റെ സുഗന്ധം മണത്തുവന്ന വണ്ടുകള് ഐരാവതത്തിന് അലോസരമുണ്ടാക്കി. ദേഷ്യം വന്ന ഐരാവതം പുഷ്പഹാരം തുമ്പിക്കൈ കൊണ്ടെടുത്ത് നിലത്തിട്ട് ചവിട്ടി. ഇത് കണ്ട ദുർവാസാവ് മഹർഷി ഐരാവതത്തെ ശപിച്ചു. ഐരാവതം മറ്റ് ആനകളെ പോലെ കറുത്തു പോകട്ടെ എന്നാണ് ദുർവാസാവ് മഹർഷി ഐരാവതത്തെ ശപിച്ചത്. അങ്ങനെ വെളുത്ത നിറം നഷ്ടപ്പെട്ട ഐരാവതം തന്റെ വിശേഷപ്പെട്ട വെളുത്ത നിറം കിട്ടാനായി ശിവഭഗവാനെ തപസ് ചെയ്ത സ്ഥലമാണ് ധാരാസുരം. ഐരാവതത്തിന്റെ തപസ്സിൽ സംപ്രീതനായ ശിവഭഗവാൻ ഈ ക്ഷേത്രക്കുളത്തിൽ കുളിച്ചു കയറിയാൽ വെളുത്ത നിറം തിരികെ കിട്ടുമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഐരാവതത്തിന് വെളുത്ത നിറം തിരികെ കിട്ടിയ സ്ഥലമായതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ഐരാവതേശ്വര ക്ഷേത്രം എന്ന പേര് കിട്ടിയത്. അപ്പോ ഇതാണ് നമ്മുടെ ഐരാവതേശ്വര ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ സ്ഥലത്തും അത്രയും സൂക്ഷ്മമായിട്ടുള്ള മൈന്യൂട്ട് കാർവിങ്സ് ആണ് ഓരോ സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുക. ഈ തൂണുകളിലൊക്കെ ഓരോ കാർവിങ്സ് ആണുള്ളത്, അതും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഓരോ കാർവിങ്സിനും ഓരോ കഥകൾ ഉണ്ടാവും പറയാനായിട്ട്. അപ്പോൾ അത്രയധികം ഉണ്ട് ഈ ക്ഷേത്രത്തിൽ തന്നെ കണ്ടു തീർക്കാനായിട്ട്. നമ്മൾ പോയിട്ടുള്ള 3 ക്ഷേത്രങ്ങളിലും ഏറ്റവും അധികം ശില്പങ്ങളും കൊത്തുപണികളും ഉള്ളത് ഐരാവതേശ്വര ക്ഷേത്രത്തിലാണ്. ഈ ശില്പത്തിനൊരു കഥയുണ്ട്. പരമശിവന്റെ 63 പ്രധാന ശിവഭക്തരിൽ ഒരാളായ കണ്ണപ്പനായരുടെ ശില്പമാണിത്. അദ്ദേഹം ഒരു കാട്ടുജാതിക്കാരനായിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കയ്യില് അമ്പും വില്ലും ഉണ്ട്, കൊമ്പൻ മീശയാണ്, താടിയുണ്ട്. അതുപോലെ താഴേക്ക് നോക്കിയ മരവൂരി കൊണ്ടാണ് വസ്ത്രമുള്ളത്. അതുപോലെ തന്നെ ഒരു വിശേഷപ്പെട്ട പ്രത്യേകതയുള്ള ഒരു ശില്പമാണിത്. ഇത് സരസ്വതി ദേവിയാണ്. സരസ്വതി ദേവിയുടെ ഒരു പ്രത്യേകത ഇവിടങ്ങളിൽ കാണുന്നത് തൃക്കണ്ണുണ്ട്, നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. പിന്നെ താലിയുണ്ട്, അതുപോലെ തന്നെ കയ്യില് എഴുത്തോലയാണ്.
അപ്പൊ ഈ തൃക്കണ്ണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ശിവഭഗവാനാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഇത് സൂചിപ്പിക്കുന്ന അറിവിന്റെ തൃക്കണ്ണ് എന്നാണ് കേട്ടോ. ഈ ഒരു ശില്പം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത് എന്നൊന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് തോന്നിയത് ഞാൻ പറയാം. ഈ ആന ദേഷ്യം പിടിച്ച് ഓടുവാണ്, അതുകൊണ്ടാണ് ഇതിന്റെ വാലിങ്ങനെ മേലോട്ട് പൊങ്ങിയിരിക്കുന്നത്. സാധാരണ ആനകൾ ദേഷ്യം പിടിച്ച് ഓടുമ്പോൾ ഇങ്ങനെ വാലും പൊക്കിയിട്ടാണല്ലോ ഓടാറ്. അപ്പോ ഈ ആന ഒരു രഥത്തെയാണ് വലിച്ചോണ്ട് പോകുന്നത്. അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് എങ്ങോട്ടോ വലിച്ചോണ്ട് പോവുകയാണ് പുള്ളി. അപ്പൊ ഇതിങ്ങനെ ഈ ശില്പം ഇങ്ങനെ കാർവ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്താവും അല്ലെ? ഈ ശില്പത്തിൽ നോക്കിയാൽ മനസ്സിലാവും ചില ഭാഗങ്ങളൊക്കെ ഇതിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 2-3 ശില്പങ്ങൾ അവിടെ ഉണ്ട്. ഇത് മുഗൾ ഭരണകാലത്ത് നടന്ന യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയവയാണ്. അങ്ങനെ കുറച്ചധികം ശില്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. തഞ്ചാവൂരില് 3 ക്ഷേത്രം ഞാൻ കണ്ടു. അതില് 3നും 3 പ്രത്യേകതകളാണ്. ഐരാവതേശ്വര ക്ഷേത്രത്തില് 1 കോടിയിൽ പരം ശില്പങ്ങളാണെങ്കിൽ ബൃഹദേശ്വര ക്ഷേത്രത്തില് ഏറ്റവും വലിയ ക്ഷേത്രവും അതുപോലെ 180 ടൺ ഭാരമുള്ള ഒറ്റക്കൽ കൊണ്ടുള്ള താഴികക്കുടവുമാണെന്നുള്ള പ്രത്യേകതയാണ്. അതുപോലെ ഗംഗൈകൊണ്ട ചോളപുരം എന്ന ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ശിവ പ്രതിഷ്ഠ അഥവാ ശിവവിഗ്രഹമാണെന്നുള്ള ഒരു പ്രത്യേകത കൂടിയാണ് ഉള്ളത്. അപ്പൊ 3 ക്ഷേത്രത്തിലും 3 പ്രത്യേകതകളാണ് ഉള്ളത്. അപ്പൊ 3 ചോള രാജാക്കന്മാരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഓരോ അമ്പലങ്ങളും പണി കഴിപ്പിച്ചിട്ടുള്ളത്. ചോള സാമ്രാജ്യം നമുക്ക് കാത്തുവച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ഓരോ അത്ഭുതങ്ങളാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ആ കാലത്തേക്ക് ഒന്ന് ചിന്തിച്ചു പോകും. ഞാൻ ബൃഹദേശ്വര ക്ഷേത്രം കാണാൻ പോയപ്പോൾ അന്ന് രാത്രിയാണ് നമ്മൾ പോയത്. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു അനുഭൂതി എന്തായാലും ഞാൻ ആ വീഡിയോയിൽ പറയാം. പക്ഷെ അത് നമ്മൾ ആലോചിച്ചു പോകും, ആ സമയത്തൊക്കെ എങ്ങനെ ഇവര് ഈ നിർമ്മിതിയൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ ചിന്തിച്ചിരുന്നു. കാരണം ഇതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് അതിന്റെ ഒരു അത്ഭുതം നമുക്ക് മനസ്സിലാവുക. ഓരോ മൈന്യൂട്ട് കാർവിങ്സും എന്ത് രസമായിട്ടാണ് അവരവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ടാവും അതിലൊക്കെ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു പോവും. ഇപ്പൊ ചോള സാമ്രാജ്യത്തിന്റെ 3 ക്ഷേത്രങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതില് ബൃഹദേശ്വര ക്ഷേത്രം, ഐരാവതേശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം, അങ്ങനെ 3 ക്ഷേത്രങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ 3 ക്ഷേത്രങ്ങളും ലിവിങ് ടെമ്പിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് എന്നും നിത്യപൂജയുള്ള ക്ഷേത്രങ്ങളാണ്. പിന്നെ ഇവിടെ നമ്മൾ കണ്ട ഒരു കിണറാണ് കേട്ടോ അത്. ഇത് അത്രയധികം ആഴമുള്ള ഒരു കിണറാണ്. ഐരാവതേശ്വര ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ കൂടി ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ.
നമ്മൾ ഇതെല്ലാം കണ്ടിരിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്, നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കൂടിയാണ്. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും വേഗം നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രം കൃപ വ്ളോഗ്സ്.